Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിനെ പറ്റി, ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി, ഓർ എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ തോട്ട്സ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ കാര്യത്തെ പറ്റി നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മളിന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യത്തിൽ നാണം വരുന്നുണ്ടോ? അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നമ്മളെ ശരിക്കും നമുക്കൊരു ബ്ലഷ് ഉണ്ടാക്കും അല്ലെ, നമുക്കൊരു ഓൾറൈറ്റ്, സോ റിലേറ്റ് ചെയ്യുക. സോ നിങ്ങൾ ചില ആളുകൾ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം ഇപ്പൊ പോകുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, ഓർ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആരോ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലെ, ആരുടെ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളൊരു കാമുകനോ കാമുകിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രഷോ, നിങ്ങളുടെ മേലാർക്കെങ്കിലും ഒരു ക്രഷോ, ഒരു ഇഷ്ടം, ഒരു സ്പെഷ്യൽ ഇഷ്ടം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് പ്രോബബ്ലി വ്യക്തികളായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പ്ലേസിലാണ് നിങ്ങൾ ഒരുപാട് ബ്ലഷ് ചെയ്യുന്നത്. ചില ആളുകൾ ഒരുപാട് ഫ്ലേർട്ട് ചെയ്യുന്നതായിരിക്കാം, ഓർ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു നാണം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കോൺഷ്യസ് ആവുന്നുണ്ട് നിങ്ങൾ ആരോ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. റൈറ്റ്, സോ മേ ബി അത് നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ പ്രോബബ്ലി അത് നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചില റൊമാൻസ് ആയിരിക്കാം, ഇഷ്ടങ്ങളായിരിക്കാം, താല്പര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ബ്ലഷ് ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇമോഷണൽ വിഡ്രോവൽ. ഓക്കെ, സോ പ്രോബബ്ലി എന്തിലേക്കാണോ നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് കണക്റ്റഡ് ആവുന്നത്, അത് നിങ്ങൾ അതുവരെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില ഇമോഷൻസ് ഉണ്ടായിരിക്കാം അല്ലെ, അതുവരെ നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ആയിട്ട് നിന്നിട്ടുള്ള ചില കാര്യങ്ങൾ, അതുവരെ എവിടേക്കാണോ നിങ്ങളുടെ തോട്ട്സ് ഒക്കെ പോയിട്ടുള്ളത്, സഡൻലി ഇതുപോലത്തെ ഒരു അറ്റൻഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത്, ഇതുപോലത്തെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ തോട്ട്സിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ എന്ത് ഇമോഷൻസ് ആണോ നിങ്ങൾക്ക് ഇനി വിട്ടുകളയാൻ പറ്റില്ല, അല്ലെങ്കിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾക്ക്, അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കത് മാറാനുള്ള ഒരു സാധ്യതയും വളരെ നല്ല രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില പ്ലേസിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇമോഷണൽ വിഡ്രോവൽ ചില കാര്യത്തിനോട്, ചില ആളുകളോട് സംഭവിക്കുന്നുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം തോന്നുന്നത്, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഒരു രീതിയിൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനായിരിക്കാം, നിങ്ങളുടെ ഫീലിംഗ്സിനായിരിക്കാം കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്ന സമയത്തും അതിന്റെ ഒരു ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ലൈക്ക് നിങ്ങൾ നമസ്കാരം പറഞ്ഞ് തിരികെ അയക്കുന്നുണ്ട്, ഈ പിക്ചറിൽ കാണുന്നത് പോലെ. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ അല്ലയടിച്ച് വന്നാലും, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളെടുത്ത് ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങളടുത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു രീതിയിലും അത് എൻകറേജ് ചെയ്യുന്നില്ല, നിങ്ങളത് തിരികെ അയക്കുകയാണ്. ഓക്കെ, അത് ആളുകളുടെ അടുത്ത് മാത്രം എന്നുള്ളതല്ല. ഓക്കെ, സോ നിങ്ങളിലേക്ക് വരുന്ന എനർജി നിങ്ങൾക്ക് തിരികെ അയക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഓണറിന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു റൈറ്റ് പ്ലേസിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരികെ അയക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അഫർമേഷൻ എന്ന് പറയുന്നത്, എന്റേതല്ലാത്ത എന്ത് എനർജിയും ഫീലിംഗ്സും ചിന്തകളും ഞാൻ അതിന്റെ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് തിരിച്ചയക്കാണ്, ഞാൻ അവിടെ സേഫ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ചില ആളുകൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സാക്രിഫൈസ്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്താണോ ഇമോഷണലി വിഡ്രോ ചെയ്യുന്നത്, എന്തിലാണോ ഇമോഷണലി വിഡ്രോ ചെയ്യുന്നത്, അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വേണ്ടാത്ത കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ലൈഫ്, ചില കാര്യങ്ങൾ ഒരുപാട് നമ്മളിങ്ങനെ ഗ്യാദർ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കണം അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കില്ല. സോ അവിടെ നിങ്ങൾ ബ്യൂട്ടിഫുള്ളി കണക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത്ര പ്രയോറിറ്റി കൊടുക്കേണ്ടതല്ലാത്ത ചില കാര്യത്തിന് നിങ്ങൾ വിട്ടുകളയുന്നുണ്ടായിരിക്കണം. ഓക്കെ, അഗെയിൻ അവിടെ നിങ്ങൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് കണക്ട് ചെയ്യുന്നത്. ഈവൻ നിങ്ങൾക്ക് വലിയൊരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ലൈഫ് അത് ഇംബാലൻസ്ഡ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടുകളയുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി വിഡ്രോ ചെയ്യുന്നത് ചില വ്യക്തികളായിരിക്കാം. ഓക്കെ, ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്, ഓർ എന്താണോ നിങ്ങൾ ഒരുപാട് ഇമോഷണലി ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അങ്ങനത്തെ ചില കാര്യങ്ങളായിരിക്കാം റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ശരീരത്തിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വളരെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുന്നതും നിങ്ങൾ ഫോക്കസ് ആവുന്നതും
കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് ആയിരിക്കാം. ഓക്കെ, മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ്. സ്പിരിച്വലി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, ഇമോഷൻസിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ നല്ല മാറ്റങ്ങളുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ചില കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വാങ്ങിക്കാം, അതെങ്ങനെ സ്വന്തമാക്കാം എന്നുള്ള ചില ചിന്തകളിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. അത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരിക്കണം, അല്ലെ? ഒന്നുകിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഓർണമെന്റ്സ് ആയിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പ്ലേസ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? സോ ചില കൺട്രിയിൽ പോയിട്ട് ചില കാര്യങ്ങൾ കാണുക, ചില പ്ലേസിൽ പോയിട്ട് ചില കാര്യങ്ങൾ കാണുക എന്നുള്ളത് നിങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരിക്കാം, റൈറ്റ്? ചില ആളുകൾ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നോർത്ത് പ്ലേസിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, താജ്മഹൽ, ചില ആളുകൾ താജ്മഹൽ, അല്ലെങ്കിൽ ആഗ്ര, വൃന്ദാവൻ, ചില ആളുകൾ വേറെ കൺട്രിയിലേക്കായിരിക്കാം. ഓക്കെ, ഈജിപ്ത്, മിഡിൽ ഈസ്റ്റ് പോലെ ഉള്ള പ്ലേസിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്ക് ആയിരിക്കാം. ഓക്കെ, ദുബായ് ഓർ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് പ്ലേസിലേക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ ഒരു ചില ആളുകൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല കണ്ണിന് നല്ല മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഫീലിങ്സ് തരുന്ന അറ്റ്മോസ്ഫിയർ ഉള്ള പ്ലേസിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വെൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചില പ്ലേസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ഓർ ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇവന്റിന്റെ ഭാഗമായിട്ടോ നിങ്ങൾ നിൽക്കാൻ പോകുന്ന പ്ലേസ്, അത് ഹോട്ടലായിരിക്കാം, ഓർ നിങ്ങൾ നിൽക്കാൻ പോകുന്ന ഒരു പ്ലേസ് ആയിരിക്കാം, നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേസ് ആയിരിക്കാം. വളരെ റിച്ച് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും. നിങ്ങൾ ലൈഫിലേക്ക് ഒന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ നിന്നിട്ടുള്ളതോ ചെന്നെത്തിയിട്ടുള്ളതോ ആയിട്ടുള്ള വളരെ ഏറ്റവും മികച്ചായിട്ടുള്ള ഒരു പ്ലേസിലേക്കായിരിക്കാം നിങ്ങൾ ചെന്നെത്തുന്നുണ്ടായിരിക്കാം. അത് ചില ആളുകൾ നിങ്ങൾ പെർമനന്റ്ലി മൂവ് ചെയ്യുന്നതായിരിക്കാം, ഒരു ചില ആളുകൾക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേസ് ആയിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ വില്ലിങ് ആവുന്നുണ്ട്, ക്ഷമയോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി, ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലൈക്ക് ദിസ് നിങ്ങളെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെ? ഇമോഷണലി, ഫിസിക്കലി, മെന്റലി, ഫൈനാൻഷ്യലി നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുന്നത് കൊണ്ടാണ് നിങ്ങൾ ഒരുപാട് മെറ്റീരിയൽ ചേഞ്ചിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനും ഇഷ്ടമുള്ള പ്ലേസിലേക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓൾറൈറ്റ്, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില ട്രോമാസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഹാബിറ്റ്സ്, നിങ്ങളുടെ അഡിക്ഷൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില ആളുകൾക്കുള്ള മെസ്സേജ് അതാണ്, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ വളരെ അധികം നിങ്ങൾ കൺസിഡർ ചെയ്യുക, ശരീരം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ചില ആളുകൾ നിങ്ങളുടെ ശരീരം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന്റെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരാണ്. എവിടെയാണോ നിങ്ങൾ കുറച്ചുകൂടെ ഒരു റിച്ച്നെസ്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു റിച്ച്നെസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് ആയിരിക്കാം നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്തും ഒരു റിച്ച് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് പ്രോബബ്ലി നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമായിരിക്കാം. അതായത് നിങ്ങൾ ശരിക്കും നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കോൺഷ്യസ് ആവുന്നുണ്ട്, നിങ്ങൾ വളരെ നല്ല രീതിയിൽ ബ്ലഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നാണം വരുന്നുണ്ട് നിങ്ങൾക്ക്, കാരണം ബിക്കോസ് സംബഡി ഈസ് വാച്ചിങ് യു. ഓക്കെ, ആർക്കും നിങ്ങളുടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അത് പ്രോബ്ലി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അഗെയിൻ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു റിച്ച്നെസ് നിങ്ങൾക്ക് തരുന്നുണ്ട് റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, സോ ഇത് പ്രോബബ്ലി ലൈക്ക് ചില പ്ലേസിൽ നിന്ന് നിങ്ങളെ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ നമുക്ക് മനസ്സിന് അത്ര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ചില പ്ലേസിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങനെയാണ് ഹീൽ ചെയ്യുക. പുതിയ അനുഭവത്തിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, പുതിയ അനുഭവങ്ങൾ, പുതിയ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്താണ് ആക്ച്വലി നമുക്ക് പല പാസ്റ്റ് സിറ്റുവേഷൻ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കാം. ഓക്കെ, സോ നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട്, സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സെൽഫ് ലവ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ടൈമിലായിരിക്കാം. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നത്. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഹെൽത്ത് തിരികെ പിടിക്കുന്നതും ആയിരിക്കാം ചില ആളുകൾക്ക്. നിങ്ങളത്
തിരിച്ചു പിടിക്കുന്നുണ്ട്. ഓൾറൈറ്റ് ഓർ എന്തിലാണോ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത് അത് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ കൂടെ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് എവിടെയാണോ നിങ്ങൾ ഇമോഷണലി വിഡ്രോ ചെയ്യേണ്ടത്, എൻകറേജ് ചെയ്യാൻ പാടില്ലാത്തത് ലെറ്റ് ഇറ്റ് ഗോ അല്ലെങ്കിൽ ലെറ്റ് ദം ഗോ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻസ് വെച്ച് നിങ്ങൾക്ക് നടക്കാൻ സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ക്യാരി ചെയ്തിട്ട് നിങ്ങൾക്ക് നടക്കാൻ സാധിക്കില്ല. ഓൾറൈറ്റ്, അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ എന്താണോ നിങ്ങൾ വിട്ട് കളയേണ്ടത്, എന്താണോ നിങ്ങൾ ഈ ഒരു ടൈമിൽ സാക്രിഫൈസ് ചെയ്യേണ്ടത്, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിംഗ്. സോ നിങ്ങൾ ഇത് എത്രമാത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.